അപ്പോൾ ഇന്ന് നമുക്കറിയാൻ കഴിയുന്നത് 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വാർത്ത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിൽക്കുന്നത്. വടക്കൻ കേരള തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദ പാത്തിയും വടക്ക് പടിഞ്ഞാറൻ മധ്യപ്രദേശിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ പെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് മഴയ്ക്കൊരു നേരിയ ശക്തി കുറവുണ്ട് എന്ന് വേണം പറയാൻ. ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റ്, ഏകദേശം 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുമെന്നാണ് ഇപ്പോൾ മറ്റൊരു മുന്നറിയിപ്പ് കൂടി അതിൻ്റെ കൂടെയുള്ളത്. ഏതായാലും ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ജോഷിലുണ്ട്, ആലപ്പുഴയിൽ നിന്ന് ഷാജഹാനുണ്ട്. കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾക്കൊക്കെ ഇന്ന് അവധിയാണ്. അപ്പോൾ രണ്ടുപേരും നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം മഴ എങ്ങനെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്, കുട്ടനാട്ടിലെ ജലനിരപ്പൊക്കെ എങ്ങനെയാണ് നമുക്ക് അറിയേണ്ടതുണ്ട്. ആദ്യം ജോഷ്ലയിലേക്ക് പോയി വരാം. കാരണം വയനാട്ടിലാണ് ഇന്നലെ മഴ ശക്തമായ ഒരു വലിയ ആശങ്ക സൃഷ്ടിച്ചത്. ജോഷ്ല, ഗുഡ് മോർണിംഗ്. ഇന്ന് വയനാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? ഇന്നലെ മക്കിമലയിലും ഈ തലപ്പുഴയിലുമൊക്കെ വലിയ തോതിൽ ആശങ്കയുണ്ടായിരുന്നു. അവിടങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടോ? എന്താണ് സ്ഥിതി? ഗുഡ് മോർണിംഗ് മനു. ഇന്ന് ആശ്വാസത്തിന്റെ ദിനമാണ് എന്നാണ് തോന്നുന്നത്. കാരണം മഴ പിന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ മഴ പിന്നോട്ട് പോയിട്ടുണ്ട്. ചെറിയ തോതിലുള്ള മഴ മാത്രമേ ഇന്നലെ പെയ്തിട്ടുള്ളൂ. ഇന്നും രാവിലെയും ഒരു ആകാശം തെളിയാൻ പോകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നമുക്ക് കാണാം എൻ്റെ പിന്നിലുള്ള ഈ പാടങ്ങളൊക്കെ ഇന്നലെ നിറഞ്ഞ് കവിഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് ആ വെള്ളമൊക്കെ തന്നെ താഴ്ന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ആശ്വാസകരമായ കാര്യം കൂടിയാണ്. അതേസമയം തന്നെ ജില്ലയിൽ 4 ക്യാമ്പുകളിലായി 127 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതിയെ തുടർന്നാണ് ഇന്നലെയൊക്കെ ഉണ്ടായ മരം വീഴൽ, അതുപോലെ തന്നെ വെള്ളം പൊങ്ങി വരുന്നു, വീടുകളിൽ വെള്ളം കയറുന്നു, അതുപോലെ തന്നെ ഈ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു. ഇതൊക്കെ തന്നെ വളരെയധികം ബാധിക്കുന്ന, ഒരു ഭീതി പരത്തുന്ന, ആശങ്ക പരത്തുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ 4 ക്യാമ്പുകളിലായി 127 പേരെ മാറ്റി താമസിപ്പിച്ചത്. മാനന്തവാടി താലൂക്കിൽ, അതുപോലെ തന്നെ വൈത്തിരി താലൂക്ക് എന്നിവിടങ്ങളിൽ നിന്നാണ് 127 പേരെ മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. 38 കുടുംബങ്ങളിൽ നിന്നായി 36 പുരുഷന്മാരെയും 54 സ്ത്രീകളെയും 37 കുട്ടികളെയും ആണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. വൈത്തിരി, മാനന്തവാടി താലൂക്കുകൾ 2 വീതം ക്യാമ്പുകളാണ് തുടങ്ങിയത്. മാനന്തവാടി, തിരുനെല്ലി, കാവമന്ദം പരിധികളിൽ താമസിക്കുന്നവരെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. മാനന്തവാടി താലൂക്കിൽ പിലാക്കാവ് സെന്റ് ജോസഫ് LP സ്കൂൾ ആരംഭിച്ച ക്യാമ്പിൽ 22 കുടുംബങ്ങളാണുള്ളത്. അതുപോലെ തന്നെ വൈത്തിരി താലൂക്കിൽ കാവമന്ദം കമ്മ്യൂണിറ്റി ഹാളിൽ തുടങ്ങിയ ക്യാമ്പിലേക്ക് ഒരു കുടുംബത്തെ മാറ്റിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഇന്നലെ കാപ്പിക്കളത്താണ്. 228 മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നാണ് കണക്ക്. എന്തായാലും ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനി മഴ പെയ്താൽ പോലും ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലായി പെയ്യുന്ന മഴയുടെ ഒരു വ്യാപ്തി, അത് തുടർച്ചയായി പെയ്താൽ മാത്രമായിരുന്നു ശരിക്കും അപകടം ഉണ്ടാവുക എന്നുള്ളൊരു ഭീതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ഇത്രയധികം മഴ കുറഞ്ഞ ഒരു അവസ്ഥയിൽ അല്പം ഒരു ആശ്വാസം എന്ന് വേണം പറയാൻ. ജലനിരപ്പൊക്കെ തന്നെ താഴ്ന്നിട്ടുണ്ട്. എല്ലാ നദികളിലും ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാടങ്ങളിലും ഒക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ തന്നെ താഴ്ന്നു പോയിട്ടുണ്ട്. അതേസമയം തന്നെ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മനു നല്ല വെയിൽ വരുന്നുണ്ട്. സന്തോഷം. അങ്ങനെ ഒരു ആശ്വാസകരമായ കാഴ്ച കണ്ടതിൽ സന്തോഷം. ഒരു കാര്യം കൂടി ജോഷില, ചുരം വഴിയുള്ള ഗതാഗതത്തിനൊന്നും പ്രശ്നമില്ലല്ലോ അല്ലേ? യാത്രകൾക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇന്നലെ രാത്രി KSRTC ബസ് ഏകദേശം 12 മണിയോടുകൂടി ഒരു ചാലിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി മാത്രമാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ചുരത്തിൽ ഇപ്പോൾ വലിയ ഗതാഗത പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നിലവിലത്തെ അവസ്ഥ പ്രകാരം. കാറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മഴയില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ചുരത്തിൽ ഗതാഗത പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പുതിയ അറിവ്.